ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. പ്രതിരോധ നടപടി എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അമേരിക്കൻ മധു കൊട്ടാരക്കൻ നൽകും. മധു, ഗുഡ് മോർണിംഗ്. മധു, ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ തലയിൽ കൈവച്ച് ഓരോ സമാധാനകാംക്ഷിയും ലോകത്ത് കാത്തിരിക്കുമ്പോൾ ഇതാ വരുന്നു അടുത്ത യുദ്ധത്തിന്റെ വാർത്ത. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് എന്തു പറഞ്ഞാലും ഈ മിസൈൽ വീഴുന്നത് ഓരോ സമാധാനകാംക്ഷിയുടെ തലച്ചോറിലേക്കായിരിക്കും. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തെക്കൻ ഇറാനിൽ അമേരിക്ക നടത്തിയ ഈ ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രതിരോധ നടപടി മാത്രമാണെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലുണ്ടായ ഈ സൈനിക നീക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സമുദ്രത്തിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ 2 ബോട്ടുകൾ തങ്ങൾ തകർത്തതായി മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഇറാൻ സർഫസ് ടു എയർ മിസൈൽസ് ആക്രമണവും ആരംഭിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്. ഇറാന്റെ ഈ നീക്കമാണ് ബന്ദർ അബ്ബാസിന് സമീപമുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രം ആക്രമിക്കുവാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഫാസ്റ്റ് ന്യൂസ് നൽകുന്ന വിവരം അനുസരിച്ച് ഈ ബന്ദർ അബ്ബാസിലും അതുപോലെ പേർഷ്യൻ ഗൾഫിലും വലിയ സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം നിലവിലെ വെടിനിർത്തൽ സമയത്ത് പരമാവധി സംയമനം പാലിപ്പിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികരെ പ്രതിരോധിക്കാനാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നെന്നാണ് സെൻട്രൽ കമാൻഡ് പറഞ്ഞത്. ഇനിയും തുടർന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പും ഇതിന്റെ ക്യാപ്റ്റൻ ടീം ഹോക്കിൻസ് നൽകുന്നുണ്ട്. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലെ ഈ പുരോഗതി ഈ തിങ്കളാഴ്ച മന്ദഗതിയിലായതായിട്ടുള്ള റിപ്പോർട്ടുകളും മധ്യസ്ഥർ വഴി വരുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഈ കരാറിൽ ചില പരാമർശങ്ങളുണ്ട്. അതുപോലെ ഇറാന്റെ സാമ്പത്തിക സഹായം, ഈ 2 കാര്യങ്ങളിൽ 2 പക്ഷവും നിലപാടുകളിൽ ഉറച്ചു നിന്നതാണ് ഇപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകാൻ കാരണമായത്. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്നൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അബ്രഹാം അക്കോർഡ്സിൽ പങ്കുചേരുവാൻ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യം സൗദി അറേബ്യയും ഖത്തറും ഈ ഉടമ്പടിയുടെ ഭാഗമായി ഒപ്പുവെക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പങ്കുചേരുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്രവും ബന്ധവും നല്ല രീതിയിൽ പോകും. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്.